പിണറായി വിജയനും വി ഡി സതീശനും ഒക്കെ കുറച്ചുനാളുകൂടി ഉണ്ടാവുള്ളൂ, പിന്നെ ഓർമ്മ മാത്രമാവും. പക്ഷെ കേരളം അപ്പോഴും ഉണ്ടാവും. നമ്മുടെ മക്കളും നമ്മുടെ കൊച്ചുമക്കളും, അവരുടെ നാടാണ് കേരളം. അവരും സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഒരു കേരളം ഉണ്ടാകണം. ഇതിന്റെ ഇടയിൽ, ഈ വികസനത്തിലും ഈ മുന്നോട്ടുള്ള കുതിപ്പിലുമിടയിൽ ആ സൗഹാർദ്ദം, നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടി, ചെറുത്തുനിൽപ്പിന്റെ പ്രതിരോധം, നമ്മൾ തോളോട് തോളൊരുമി നിൽക്കുക. ഒരു കളിക്കും ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാം. ഒരു കളിക്കും ഒരു രാഷ്ട്രീയക്കാരനും വരണ്ട, ഒരു മതമേധാവിയും വരണ്ട. ഞാൻ വിചാരിക്കുന്നത് കേരളം സെക്യുലറാണെന്നാണ്. കേരളം സെക്യുലറാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാ. കേരളത്തിന്റെ സെന്റർ ലെഫ്റ്റ് ആണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ലെഫ്റ്റാണ്, ഞാൻ റൈറ്റ് അല്ല. ഞാൻ നെഹ്റുവിയൻ ലെഫ്റ്റാണ്. എക്സ്ട്രീം റൈറ്റ് കാണിക്കുന്ന ആളുകളെ കണ്ടാൽ ഞാൻ വിമർശിക്കും. ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയോട് വഴക്കിട്ടു നിയമസഭയിൽ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ലെഫ്റ്റ് അല്ല, പൊളിറ്റിക്സ് ഉണ്ട് അതിനകത്ത്, നിങ്ങൾ എക്സ്ട്രീം റൈറ്റ് ആണെന്ന് പറഞ്ഞു. കേരളം ലെഫ്റ്റ് ആയിട്ട് തന്നെ നിൽക്കണം. ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്താ? പ്രോഗ്രസീവ് ആകണം, പ്രോഗ്രസീവ് തിങ്കിങ് ഉണ്ടാവണം. ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവന്റെ കണ്ണീരൊപ്പാൻ, അവന്റെ സങ്കടങ്ങൾ മാറ്റാൻ നമ്മൾ നടത്തുന്ന കഠിനാധ്വാനമാകണം രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും.